ഞാൻ വളരെ സീരിയസ് ആയിട്ട് വേറെ സിനിമ ചെയ്യുന്നതിൽ വെറുതെ നടന്നു പോകുമ്പോൾ ഒന്ന് ഇതൊക്കെയപ്പോൾ അവിടുന്ന് ഒരു റോക്കറ്റ് അതും മതി ആ സിനിമ തീരെ. ഈ സിനിമയ്ക്ക് വേറെ ലൈസൻസാ. അതല്ലേ നമ്മൾ മറ്റേത് ഇങ്ങനെ വെച്ച് ഇത് പിടിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് അത് കത്തിച്ചിട്ട് പോയി. ഇത് പറയുന്നത് രജനീകാന്ത് പടത്തിലൊക്കെ മാത്രം കാണുന്ന സാധനങ്ങളാണ് ഈ പടത്തിൽ. റോക്കറ്റ് എടുത്ത് പിടിച്ചിട്ട് ഇതിലെ വിടുന്നു ഇങ്ങനെ വിടുന്നു. അത് അഭിനയിക്കാൻ പറ്റ പാടെന്ന് വെച്ചാൽ ഈ സാധനം ഇല്ലല്ലോ നമ്മുടെ. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കണം. ഞാൻ ചോദിച്ചു, ഇത് എന്തോ നിങ്ങൾ കാണിക്കണം? ഒരാള് നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, ഫൈറ്റിന്റെ ആള്. അപ്പൊ ഞാൻ ധനജി സംഭവം എന്നിട്ട് അത് റോക്കറ്റ് ഓക്കെ, ആ റോക്കറ്റ് പിടിച്ച് ഇത് കത്തിക്കാൻ പോയ സമയത്ത് അവിടുന്ന് വേറെ ആളെ തല്ലാൻ വന്നു. അപ്പൊ ആ റോക്കറ്റ് വേഗം വിട്ടു, അതിനിങ്ങനെ വിട്ടു. എന്നിട്ട് ഇയാൾക്കുള്ളത് അവിടുന്ന് മാറി കയറ്റി ഈ റോക്കറ്റ് പിടിച്ചു. എന്നപ്പോഴേക്കും അത് പിടിച്ചപ്പോഴേക്കും വേർത്ത് വന്നപ്പോഴേക്കും അത് ഇങ്ങനെ വിട്ടിട്ട് ഇവിടെ ഇട്ട് പിടിച്ചു. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളത് മൈൻഡ് ഗെയിമാണ്. ഈ റോക്കറ്റ് പോകുന്നത് ഞാൻ കാണണം, എന്നിട്ടാണ് ഈ റോക്കറ്റ് ഞാൻ ഇതില് വിട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ ഇട്ട് പിടിക്കണം. അപ്പൊ ഞാൻ വരുമ്പോ കാരണം വെച്ചാൽ ഒരാൾ ഇങ്ങനെ പിടിക്കുന്നു, ഒരാൾ ഇങ്ങനെ പിടിക്കുന്നു. എനിക്ക് എന്ത് സംഭവം. പിന്നെ റോക്കറ്റ് വെച്ചിട്ട് കാണിച്ചു ഇങ്ങനെ ഇതാ. അങ്ങനെ കണ്ടാലേ നമുക്ക് ഇത് ടൈമിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യണേ. അതിനൊക്കെ തിയേറ്ററിൽ അല്ലേ ഭയങ്കര ആവേശം കൈയടി എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാന്തം തോട്ടല്ലേ. പോണ റോക്കറ്റൊക്കെ സീറ്റ് വയ്ക്കാൻ വെക്കാന്ന് പറഞ്ഞത് അതിൽ തന്നെ അറിഞ്ഞൂടെ. അതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു ലോജിക്കില്ല. എന്നിട്ട് അതിനെയാണ് മോശമായിട്ട് സംസാരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇയാൾക്ക് വട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരവസ്ഥയില്ല. കാരണം ഇത് വട്ടാണെന്ന് പറഞ്ഞിട്ടാ വന്നേക്കണേ.